പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ശ്രേഷ്ഠനാമം മഹത്വപ്പെടട്ടെ. ഈ ഞായറാഴ്ച കാലം വീണ്ടും ദൈവം നമുക്ക് ദാനമായി തന്നതിനായി എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു, നന്ദിയും അറിയിക്കുന്നു. ഒരു പുതിയ സബ്ജക്റ്റ് ഇന്ന് തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ബൈബിളിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ആ ഒരുപാട് സംശയങ്ങളിൽ ഒരു സംശയമാണ് യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ട് ദൈവപുത്രനെന്നും മനുഷ്യപുത്രനെന്നും പ്രത്യുത ദാവീദിൻ്റെ പുത്രനെന്നൊക്കെ വിളിക്കുന്നു. അതിൻ്റെ ചാപ്റ്റർ നമുക്കൊരു 2-3 ഘട്ടമായിട്ട് നമുക്ക് പരിശുദ്ധാത്മ കൃപയിലെടുക്കാം. ദയവായി നിങ്ങൾ കുറച്ചു നേരം ഈ വാക്കുകൾ ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുന്നു. കാരണം ഞാൻ എൻ്റെ ലൈവുകളിലും മീറ്റിങ്ങുകളിലെല്ലാം ഭൂരിഭാഗം എടുക്കുന്നത് സംശയങ്ങൾ, ബൈബിളിനകത്തുള്ള സംശയങ്ങളാണ്. ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സംശയങ്ങളാണ്. യേശുക്രിസ്തു ആരോടാണ് പ്രാർത്ഥിച്ചത്? യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിൽ അവർക്കെന്ത് ലാഭം? ഈ ഭൂമിയും ഭൂതലമൊക്കെ നശിക്കുമോ? ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. നമുക്കെല്ലാം അറിയാം, യേശുക്രിസ്തു ഭൂമി വന്നെന്നും യേശുക്രിസ്തു കന്യകയിൽ പിറന്നെന്നും യേശുക്രിസ്തു ഈ ഭൂമിയുടെ അകത്ത് ദൈവമായി വെളിപ്പെട്ടെന്നും ഒക്കെ നമുക്കറിയാം. ക്രിസ്ത്യാനികൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരുപാട് സംശയങ്ങളാണ് ബൈബിളിനകത്ത് പല ഭാഗങ്ങളിലും എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ ശാസ്ത്രം വളർന്നിരിക്കുന്ന ഈ തലമുറയിൽ ചെന്ന് സംസാരിച്ചാൽ ചിലതിന് ഉത്തരമില്ല. മറിയയിൽ നിന്ന് ജനിച്ച ദൈവത്താൽ തൻ്റെ ഗർഭപാത്രത്തിനകത്ത് ദൈവം പ്രവേശിക്കുകയും തൻ്റെ ഉള്ളിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ പുത്രനെന്ന ആ മഹാസത്യത്തെ ദൈവം ആരോടാണ് പറഞ്ഞത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സംശയമുണ്ടായിരുന്നു. ഈ കയ്യിൽ ഭാര്യ എവിടെ നിന്ന് കിട്ടി? ഭൂമിയിൽ പിന്നെ നോഹയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നോഹയുടെ കാലഘട്ടത്തിൽ ഭൂമി മൊത്തം വെള്ളത്തിലായിരുന്നു എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ഞാൻ ദൈവദാസന്മാരോട് പണ്ട് ചോദിച്ചിട്ടുണ്ട്. പലർക്കും അതിന് ഉത്തരവില്ല. എന്നാൽ ഈ ഒരു ലൈവ് പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുന്നവർക്കറിയാം, ലൈവുകൾ മുഴുവനും സംശയം മാറ്റുന്നതായിരിക്കും. ഞാൻ സമയം മുമ്പോട്ട് കളയുന്നില്ല. ബൈബിളിനകത്ത് ഏറ്റവും മനോഹരമായ ഒരധ്യായമാണ് മോശ വഴി ദൈവം എഴുതിയ ഉൽപ്പത്തി എന്ന് പറയുന്ന സൃഷ്ടിയുടെ വിവരണത്തെക്കുറിച്ച് പറയുന്ന ബൈബിളിലെ ഒരു രംഗമാണ്. എല്ലാ മതഗ്രന്ഥങ്ങളുടെ അകത്തും സൃഷ്ടിയെക്കുറിച്ച് പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബൈബിളിലും മോശ മുഖേന, അല്ലെങ്കിൽ മോശ ആ കാലത്ത് ജീവിച്ചിരുന്നല്ല, മോശ ഒരു കൺസെപ്റ്റ് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ എന്തുകൊണ്ട് ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ കുറേ മുട്ടാപ്പോക്ക് ന്യായമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ന്യായങ്ങളൊന്നും നമുക്ക് നമ്മുടെ ചിന്താഗതി മാറ്റുന്നതല്ല, സത്യമുറപ്പിക്കുന്നതല്ല. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ. ദൈവപുത്രൻ എന്ന് വിളിച്ചത് യഥാർത്ഥത്തിൽ 2 ഒക്കറൻസുകളാണ്, അല്ലെങ്കിൽ 2 ഭാഗങ്ങളിലാണ്. ഒന്ന്, പത്രോസ് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനായ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും. യോർദാൻ്റെ കരയിൽ സ്നാനപ്പെട്ട് യേശുക്രിസ്തു കയറുന്ന നിമിഷം അവിടെ ഒരു മഹാസ്വരമുണ്ടായി, ഇടിമുഴക്കം പോലൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പുത്രൻ, ഇവങ്കൽ ചെവി കൊടുപ്പീൻ എന്നൊരു വാക്ക്. ഈ 2 ഭാഗമാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. യേശുക്രിസ്തുവിനെ എന്തിനാണ് പുത്രൻ എന്ന് വിളിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ബൈബിൾ വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, പുത്രൻ എന്ന് എന്തുകൊണ്ട് വിളിച്ചു? ദൈവത്തിൻ്റെ അകത്തിരിക്കുന്ന പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന ഏകത്വത്തെ ഒരിക്കലും ദൈവം അങ്ങനെ വിളിക്കണമെങ്കിൽ ദൈവത്തെ മുഴുവനും പുത്രത്വം എന്ന് വിളിക്കണം. കാരണം പിരിയാൻ പറ്റാത്ത ദൈവ സാന്നിധ്യം, ദൈവിക മഹത്വം. യേശുക്രിസ്തു ഭൂമി വന്നപ്പോൾ പുത്രൻ എന്ന ഒരു വാക്ക് കൊടുത്തു. പുത്രൻ, എന്താണ് പുത്രൻ? യേശുവിനെ എന്തുകൊണ്ട് ദൈവം എന്ന് പിതാവ് അല്ലെങ്കിൽ മനുഷ്യർ അഭിസംബോധന ചെയ്തില്ലെന്ന്
പുത്രൻ എന്നാണ് വിളിച്ചത്. ദാവീദിൻ്റെ പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. യഥാർത്ഥത്തിൽ അതിനകത്തൊരു ചരിത്രമുണ്ട്. നമുക്ക് മലയാളികൾക്കും ബാക്കിയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. കാരണം അവർ ബൈബിൾ എഴുതിയിരിക്കുന്ന അതുപോലെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ചരിത്രം പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിൻ്റെ ഉള്ളറ പഠിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക്, മോസസ് എഴുതിയ സ്ഥലത്തേക്ക്, 3-ാമത്തെ അധ്യായത്തിലേക്ക്, അതിൻ്റെ 14-ാമത്തെ വാക്യം, ഞാൻ ആ വാക്യം നിങ്ങളുടെ മധ്യേ ഒന്ന് പറഞ്ഞുതരാം. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിൽ നിന്നും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നു. ഇതാണ് വേർഡ്. അത് കഴിഞ്ഞ് 15-ാമത്തെ വാക്യത്തിലേക്ക് കർത്താവ് പറയുകയാണ്, അതിൻ്റെ 15-ാമത്തെ വാക്യമാണത്. അതിനകത്ത് കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇതൊക്കെ എല്ലാ പേർക്കും, ബൈബിൾ വായിക്കുന്നവർക്ക് പരിചയമുള്ള വാക്യമാണ്. ഒരു പാമ്പ് വന്ന് തങ്ങളുടെ അടുക്കൽ സംസാരിക്കുന്നു. ആദഹൗവ എന്ന സൃഷ്ടിജാലത്തിന് ആദിമ പിതാക്കന്മാരായ അല്ലെങ്കിൽ ആദിമ മാതാപിതാക്കളോട് സംസാരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. സംസാരിക്കുന്നു. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ പാമ്പ് അവരോട് ഇടപെടുകയാണ്. ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവരെ തെറ്റിപ്പോവുകയാണ്. ദൈവം വന്നിട്ട് ഈ പാമ്പിനോട് ശപിക്കുന്നു. ഒരു കഥ പോലെ നമുക്ക് വായിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അതിനകത്ത് ഇന്നർ ട്രൂത്ത് ഒരുപാടുണ്ട്. ഇതിൽ എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യാനുള്ള ചെറിയ വിഷയങ്ങൾ, ഈ ദൈവപുത്രൻ എന്താണെന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് തൊട്ട് എൻ്റെ ബേസ്മെൻറ്റ് ഞാനൊന്ന് പറഞ്ഞു പോകും. ഈ ആദ്യം നമ്മൾ വായിച്ചല്ലോ, ഒരു ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 3:14, യഹോവയായ ദൈവം. യഥാർത്ഥത്തിൽ മോശയ്ക്ക് കിട്ടിയ വെളിപ്പാടാണ് യഹോവ എന്ന വാക്ക്. യഹോവയായ ദൈവം, യഥാർത്ഥ ദൈവം എന്ന വാക്ക് മാത്രമേ അവിടെ പറയാൻ പറ്റത്തുള്ളൂ. ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളും, ഇത് മലയാളം ട്രാൻസ്ലേഷനാണ്, എല്ലാ കന്നുകാലികളിൽ നിന്നും എല്ലാ കാട്ടുമൃഗങ്ങളിൽ നിന്നും വെച്ചും നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഈ കന്നുകാലികൾ അണ്ടർലൈൻ ചെയ്യണം, കാട്ടുമൃഗങ്ങൾ അണ്ടർലൈൻ ചെയ്യണം, ഈ ആയുഷ്കാലം പൊടി തിന്നും എന്ന വാക്കുമുണ്ട്. ഇത്രയും അണ്ടർലൈൻ ചെയ്യണം. ഇതിൽ നമ്മൾ ബൈബിളിനകത്ത്, ഹീബ്രു ബൈബിളിനകത്ത് ചെന്നാൽ, ഇതിൻ്റെ ബൈബിൾ എഴുതപ്പെട്ട ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഹീബ്രു ആണ്. ഹീബ്രുവിനകത്തോട്ട് ചെന്നാൽ, ഹീബ്രുവിൽ ആദ്യം നമ്മൾ ഈ യഹോവയായ ദൈവം സർപ്പം എന്നെല്ലാം പറഞ്ഞിട്ട് താഴോട്ട്, സർപ്പം എന്ന് പറഞ്ഞാൽ സർപ്പൻ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ഹനഹാസ് എന്ന വാക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സർപ്പം എന്ന വാക്കിനർത്ഥം നക്കാഷ് എന്ന് പറയും. നക്കാഷ് എന്ന വാക്കിന് ഒരു ഹീബ്രു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു ഇന്നർ കോർ അർത്ഥമുണ്ട്. നക്കാഷ് എന്ന് പറഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന സർപ്പത്തിൻ്റെ സ്വഭാവമുള്ള ഒരു എന്തു പറയാനാ, ഒരു മൈൻഡ് സെറ്റാണ്. സർപ്പത്തിൻ്റെ സ്വഭാവമുള്ള മൈൻഡ് സെറ്റിനെയാണ് നക്കാഷ് എന്ന് പറയുന്നത്. നക്കാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ദൂതനാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാനും അങ്ങനെ പഠിപ്പിച്ചിരുന്നു ഒരു കാലത്തും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നക്കാഷ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചുള്ള ഒറിജിൻ പഠിക്കാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നക്കാഷ് എന്ന് പറഞ്ഞാൽ അക്ലി നേച്ചറുള്ള ഒരു ഹൃദയമാണ്, അല്ലെങ്കിൽ ഒരു മനസ്സാണ്. ഹൃദയമെന്നല്ല, മനസ്സാണ്, ഒരു മൈൻഡ് സെറ്റാണ്. ഇതിനെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഹീബ്രു പാദത്തിലേക്ക് ഞാൻ വരാം. സർപ്പം എന്ന വാക്ക്, അത് കഴിഞ്ഞിട്ട് കന്നുകാലികൾ എന്ന വിഷയത്തെ ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത് കന്നുകാലികളെന്നല്ല, ബീസ്റ്റ്, ആനിമൽ, കാറ്റിൽ എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു മൃഗസ്വഭാവം എന്ന വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നു. എന്താണ് മൃഗസ്വഭാവം?
അപ്പോൾ മൃഗസ്വഭാവം എന്ന് പറയുന്നത് ഒരു പാമ്പിൻ്റെ നാമമല്ല, മൃഗസ്വഭാവം എന്നാണ് ആ വാക്കിന് കൊടുത്തിരിക്കുന്നത്. സകല കന്നുകാലികളിൽ എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം, സകല മൃഗസ്വഭാവത്തിൽ നിന്നും നീ നോട്ടപ്പുള്ളി ആയിരിക്കുമെന്ന്. ഇന്ന് നമ്മൾ നോക്കിയ മനുഷ്യരെ എവിടെ വെച്ച് കണ്ടാലും അവൻ്റെ ഉള്ളിൽ മൃഗസ്വഭാവമുണ്ട്. ഏത് നിമിഷമാണത് പുറത്തു വരുന്നതെന്ന് അറിയത്തില്ല, എവിടെയാണത് കുടികൊള്ളുന്നതെന്ന് അറിയത്തില്ല. കുറച്ച് സമ്പത്ത് കാണുമ്പോൾ, കുറച്ച് ഒരു സ്ത്രീയെ കണ്ട് മോഹിക്കുമ്പോൾ, കുറച്ച് സ്വത്ത് കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ എത്ര നല്ലവനാണെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ചില മൃഗസ്വഭാവങ്ങൾ പുറത്തു വരും. അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അവൻ അറിയത്തില്ല. എന്താ സംഭവിക്കുന്നത്? കാരണം ഈ മൃഗസ്വഭാവം അവൻ്റെ ജീവിതത്തിൽ എവിടെയോ മറഞ്ഞു കിടപ്പുണ്ട്. ഇതാ കർത്താവ് പറയുന്നത്, അവൻ്റെ ആ മൃഗസ്വഭാവത്തെ, അവൻ്റെ ഉള്ളിലുള്ള ആ നേച്ചറിനെ നോക്കി പറയുവാണ്, അല്ലാതെ പാമ്പിനെ നോക്കിയല്ല പറയുന്നത്. നമ്മൾ നോക്കും പാമ്പ് എഴഞ്ഞ് കിടക്കുന്നത് ദൈവം ശപിച്ചുകൊണ്ടാണ് പാമ്പ് എഴഞ്ഞതെന്നോ, പാമ്പിനെ അല്ല പറഞ്ഞത്. ദൈവം സൃഷ്ടിച്ച ഒരു ജീവജാലങ്ങളും ദൈവത്തിന് അനുവാദമില്ലാതെ ഒന്നും ചെയ്യത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾക്ക് വളരെ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു വിഷയമാണ്. അവിടെ കന്നുകാലികൾ എന്ന വാക്കിന് ബീസ്റ്റ് ലിവിങ് എന്ന, അല്ലെങ്കിൽ ഇത് പറയണ ദൈവ സ്വഭാവമുള്ള മനുഷ്യൻ പെട്ടെന്ന് വൈകൃതമുള്ള മൃഗസ്വഭാവമുള്ളവനായി മാറി. അത് കഴിഞ്ഞിട്ട് ഈ വയലെന്ന് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ നമ്മൾ വായിച്ചാൽ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ മുമ്പിൽ കാണിക്കും. ഊരസ്വണ്ട് ഗമീതിൻ്റെ ആയുഷ്കാലം പൊടിയുന്നു. വയലെന്നൊരു ഭാഗം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് മലയാളം ബൈബിളിൽ ചില ഭാഗങ്ങൾ വയലെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വയലെന്ന് പറയുന്നത് ഗ്രൗണ്ട് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത്, പക്ഷേ ലാൻഡ് എന്നാണ്. ഫീൽഡ് എന്ന് നമുക്ക് കൊടുത്താൽ വയലെന്ന് എഴുതാം, ലാൻഡ് എന്നാണ്. അവൻ ഈ ഭൂമിയിൽ ഉഴന്നു നടക്കും, സകല കാട്ടുമൃഗങ്ങളെപ്പോലെ സ്വഭാവമുള്ളവനായി ജീവിക്കേണ്ടി വരും എന്ന് ദൈവം അവൻ്റെ ആ നേച്ചറിനോട് കൽപ്പിച്ചതാണ്. അല്ലാതെ ഒരു പാമ്പ് വന്ന് മരത്തിൽ കയറിയിരുന്ന് ഇവരെ തെറ്റിച്ച് കളഞ്ഞു. അത് യഥാർത്ഥത്തിൽ മോസസ് എഴുതിയിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. മോസസിന് അത് എങ്ങനെ പറയണം എന്നറിയത്തില്ല, അതുകൊണ്ടൊരു കഥ പോലെ പറയുക. അപ്പോൾ ഈ നക്കാശ് എന്ന് പറയുന്ന അവൻ്റെ ഉള്ളിൽ കാരണം ദൈവം പ്രമാണം അല്ലെങ്കിൽ ചെയ്യരുത് എന്നൊരു കൽപ്പന കൊടുത്ത നിമിഷം മുതൽ മൂക്ക് കയറിട്ടിട്ട് സ്വതന്ത്രനായിട്ട് വിട്ട ഒരു പശുവിനെ പോലെയാണ്. നമ്മളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സ് കൊണ്ടുവച്ചിട്ട് ഈ പേഴ്സിനകത്ത് നോക്കരുത് എന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മുടെ ഉള്ളിൽ എവിടെയും മറഞ്ഞിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഒരു പെട്ടി കൊണ്ടുവച്ചിട്ട് അത് തുറക്കരുതെന്ന് പറഞ്ഞാൽ അതിനകത്തെന്തിരിക്കുന്നത് അറിയാനുള്ള ആകാംക്ഷ, എക്സൈറ്റ്മെൻറ്റ് നമ്മളെ അതിനകത്തോട്ട് തുറക്കാനായിട്ട് പ്രേരിപ്പിക്കും. ദൈവം പറഞ്ഞു നിങ്ങളിത് ചെയ്യരുത് എന്ന് പറഞ്ഞ നിമിഷം മുതൽ അവർക്ക് നിയമം എന്ന് പറയുന്ന ഒരു സർപ്പത്തെ കിട്ടി. ഞാൻ ദൈവപുത്രൻ എന്നുള്ള സംഭവത്തിലാണ് വരുന്നത് കേട്ടോ. ബേസ്മെൻ്റ് ഇട്ടാലേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ സർപ്പം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ അവരുടെ കയ്യിൽ കിട്ടി. ഈ സർപ്പം ആണ് ഇവരെ മലിനമാക്കിക്കൊണ്ടിരുന്നത്. അടുത്ത വാക്യം നമ്മൾ വായിച്ചാൽ നമുക്ക് ഒരു ഒത്തിരി പിടികിട്ടാൻ തുടങ്ങും. ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൾ നിൻ്റെ തലയിറക്കും. അപ്പോൾ നമ്മൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമകൾ മിക്കവാറുമുള്ള സിനിമയിലൊക്കെ നമ്മൾ കാണാൻ പറ്റും. പാമ്പിന് യേശു ചവിട്ടും. ഞാൻ പറയട്ടെ, ദൈവം ഒരിക്കലും നല്ല ജീവജാലങ്ങളെ ഉപദ്രവിക്കത്തില്ല. പാമ്പിനെ ചവിട്ടിക്കൊന്നും യേശു എന്തെങ്കിലും ഭക്ഷിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കുടിയന്മാരുടെ കൂടെ ഇരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്, അവൻ ഭക്ഷിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ യേശു എന്തെങ്കിലും ഒരു കഴിച്ചുവെന്നോ എന്ത് കഴിക്കാൻ അവൻ എടുത്തുവെന്നോ അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നുവെന്നോ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം അതൊന്നും ബൈബിൾ ഹൈലൈറ്റ് ചെയ്യാറില്ല. വളരെ വളരെ പക്വതയോടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചതാണ് വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളും. അപ്പോൾ സ്ത്രീയുടെ സന്തതി അവൻ്റെ സന്തതിക്ക് തമ്മിൽ ശത്രുത്വം ഉണ്ടാകുന്ന കിഴങ്ങി തല തേർക്കുന്നതിൻ്റെ കുതിയ തേർക്കി. യേശു ഞാൻ പറയട്ടെ, ദൈവം ഒരിക്കലും പാമ്പിനെയും പൂച്ചയും പഴുതാരനെയും ചവിട്ടിക്കൊല്ലുന്നില്ല. അതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തതാണ്. ഈ പാമ്പെന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിലുള്ള നേച്ചറാണ്. നിയമം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ നേച്ചർ മാറി തുടങ്ങി. ഈ നേച്ചർ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവൻ്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാകും, സ്ത്രീയുടെ സന്തതി അവൻ്റെ തലയിൽ തറക്കുക. ആരുടെ എന്ന് എഴുതിയിട്ടില്ല.
മനസ്സിലായോ? മോസസിൻ്റെ ആ വലിയ ഒരു എന്തു പറയാനാ, നമ്മൾ സിനിമയിലൊക്കെ പറയുമ്പോൾ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാം. അത് ബുദ്ധിയുള്ളവന് യഹൂദൻ ഇത് കൃത്യമായിട്ട് അറിയും. അവൻ ഗമാലിയൻ്റെ കീഴിൽ നിന്ന് പഠിച്ചവനാണ്. നമ്മൾ കേൾക്കുന്നവർക്ക് കൃത്യമായിട്ടത് അറിയത്തില്ല. അപ്പോൾ മൃഗസ്വഭാവമുള്ള ഒരു നേച്ചർ അവനിൽ ഉരുത്തിരിഞ്ഞത് ആ വൃക്ഷഫലം എന്ന് പറയുന്ന നിയമത്തിൻ്റെ മുമ്പിലാണ്. ആ വൃക്ഷഫല നിയമമായി എന്ന് മാറിയോ ആ നിമിഷം മുതൽ അവർക്ക് മൂക്ക് കയറിട്ട് നടത്തിയ പശുവിനെ പോലാണ്. സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യമുണ്ട്, എവിടെ വേണമെങ്കിൽ പോകും, പക്ഷെ കയറിനകത്താണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് എവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ട്, എവിടെ വേണമെങ്കിലും എന്ത് രീതിയിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാം ഇവിടുത്തെ നിയമം തരുന്നുണ്ട്. മനുഷ്യരാണോ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ നിയമം എന്ന മൂക്ക് കയറുവൻ്റെ നിയമം എന്തും അങ്ങ് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വാഹനം ഓട്ടിക്കുമ്പോൾ വാഹനം ഓട്ടിക്കുക, എങ്ങനെ ഓട്ടിക്കാം, പക്ഷേ എങ്ങനെ ഓട്ടിക്കാൻ പറ്റത്തില്ല, നിയമമുണ്ട്. നിയമത്തിൻ്റെ അനുസരിച്ച് അവന് വണ്ടി ഓട്ടിക്കാൻ പറ്റത്തുള്ളൂ, വാഹനം ഓട്ടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ വാഹനം ഓട്ടിക്കാനൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടാണ് വാഹനം നിരത്തിലിറക്കിയത്. മനസ്സിലായോ? അപ്പോൾ മനുഷ്യനെ ദൈവം ഭൂമി സൃഷ്ടിച്ചപ്പോൾ അവർ സ്വതന്ത്രമായിട്ട് നടന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു നിയമം കൊണ്ട് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നു ദൈവമല്ല ഈ പരിപാടി കാണിച്ചത്. പക്ഷെ ദൈവം ചെയ്തതെന്നറിയാമോ? വളരെ കർത്താവ് എപ്പോഴും പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പിന്നിൽ വളരെ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് മുമ്പോട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു നിലം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അവൻ്റെ ഹൃദയമാണ്. അല്ലെങ്കിൽ ഈ മരം എന്ന് വന്നു ആ നിമിഷം മുതൽ അവൻ തെറ്റുകാരനാണ്. ആ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ അവനിൽ തുടങ്ങി. ഈ പ്രേരണ ഉണ്ടാക്കിയത് പാമ്പല്ല, പ്രേരണ ഉണ്ടാക്കി അവൻ്റെ ഉള്ളിൽ പാമ്പിനെ പോലെ ഉറങ്ങിക്കിടന്ന സ്വഭാവം എന്നാണ് ആ വാക്കിൻ്റെ മുഴുവർത്ഥം. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ നല്ല മനുഷ്യനാണെന്ന് പറയും, പക്ഷേ നല്ലവനായ ഉണ്ണി എന്നൊക്കെ പറയും, പക്ഷേ പരിപാടി പിന്നെ വേറെ ആയിരിക്കും. കാരണം ഇവർക്ക് തക്ക സാഹചര്യം, തക്കമായ അനുകൂല അവസ്ഥകളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ഇവരുടെ നേച്ചർ പതുക്കെ മാറാൻ തുടങ്ങും. ചിലർ പറയുന്നത് നല്ലവനായ മനുഷ്യനായിരുന്നു, എവിടെ നിന്ന് ഇവനിക്ക് സ്വഭാവം കിട്ടിയെന്ന്. ഇവനിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വഭാവം എന്ന് വേണമെങ്കിൽ സൈക്കോളജി അല്ലെ സൈക്കാട്രിക്സ് ആയിട്ടുള്ള ആൾക്കാർ പറയും, ഉറങ്ങിക്കിടക്കുന്ന സ്വഭാവം. ദൈവം എപ്പോഴും ഇന്നർ കോർ പരിശോധിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും സന്ധിമജ്ജകളെ ആത്മാവിനെയും പ്രാണനെയും വരെ തുളച്ചു ചെല്ലുവാൻ, വേറിട്ട് തുളച്ചു ചെല്ലുവാൻ ശക്തിയുള്ളതുമായ വചനമാണ്. വചനം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സാധനമല്ല. വചനം എന്ന പേരായവനെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. ക്രിസ്തുവാണ് സകല മനുഷ്യരിലും ഉരുവായ ആ ഏക സത്യമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സകല മനുഷ്യരിലും ക്രിസ്തുവുണ്ട്. ഇപ്പോൾ ഞാനൊരു അച്ഛൻ്റെ മെസ്സേജ് കേട്ട പോലെ അദ്ദേഹം പറയാൻ കറക്റ്റാണ്. ഒരു മാവിൽ നിന്ന് ഒത്തിരി മാങ്ങകൾ വീഴാറുണ്ട്, പക്ഷേ എല്ലാ മാങ്ങയും മാവായി വളർന്ന് പന്തലിക്കാറില്ല. ചിലത് കുരങ്ങന്മാർ എടുക്കാറുണ്ട്, അണ്ണാന്മാർ എടുക്കാറുണ്ട്, ചിലത് മൃഗങ്ങൾ എടുത്തുകൊണ്ട് പല സ്ഥലത്ത് ഇടാറുണ്ട്, അതൊക്കെ അവിടെ കിടന്ന് കിളിർക്കാറുണ്ട്. പക്ഷേ ഇത് എല്ലായിടത്തും പൂർണ്ണ വളർച്ചയിലെത്തിയിട്ടില്ല. അപ്പോൾ ഈ മരം എന്ന് ഉണ്ടായിരുന്നോ അന്ന് മുതൽ ഒരു ടെംപ്റ്റേഷൻ തുടങ്ങി. ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ വീട്ടിനകത്ത് നല്ലവരായിരിക്കും, പക്ഷേ അവർക്ക് അതിനുള്ള സാഹചര്യം വരുമ്പോൾ മൃഗമായി മാറും. അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എവിടെയുള്ള ഈ സംഭവത്തെയാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാഴുമ്പോൾ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ദ്രവിച്ചു പോകുന്നതായ ഇന്നർ കോറിലെ സ്വഭാവം. ഇതൊരു നിയമത്തിന് മാറ്റാൻ പറ്റത്തില്ല, ഒരു ഹോസ്പിറ്റലിന് മാറ്റാൻ പറ്റത്തില്ല, ഒരു സിദ്ധവൈദ്യന്മാർക്കോ ഒരു മോക്ഷപ്രാപ്തിക്കോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല, ഒരു മതത്തിന് ഇതിനെ മാറ്റാൻ പറ്റത്തില്ല. ദൈവം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തൻ്റെ ക്രിസ്തുവിനെ അയച്ചത് ഇത് അവന് മനുഷ്യനിൽ നിന്ന് മാറി അവൻ്റെ ഉള്ളിൽ ഗുഡ് നേച്ചർ വെളി വരാൻ വേണ്ടിയാണ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞു തീരുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഈ ഭാഗം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. സതേക്ക് എന്ന് പറയുന്നത് ഫീൽഡ്, ലാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹോം ഓഫ് കൾട്ടിവേഷൻ, ഹോം ഓഫ് വൈൽഡ് ബീസ്റ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് കാടിനെക്കുറിച്ച് പറയുന്ന ഭാഗമല്ല. അത് യഥാർത്ഥം അതിൻ്റെ ഒറിജിൻ നിങ്ങൾ പഠിച്ചാൽ, നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക്
പുസ്തകങ്ങളുണ്ടെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക, ബൈബിളുണ്ടെങ്കിൽ ബൈബിൾ വായിക്കുക. അല്ലാതെ നിങ്ങൾക്ക് അറിവ് കിട്ടത്തില്ല. ഇതിൻ്റെ ആഴങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഹീബ്രുവിൻ്റെ ആഴങ്ങളുടെ അകത്ത് എഴുതിയിരിക്കുന്നൊരു, ഗ്രീക്കിനകത്ത് എഴുതിയിരിക്കുന്നൊരു ഭാഗം NASB സ്ട്രോങ് ബൈബിൾ, BDB ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാര്യം, ആ ലാൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രദേശമാണ്. അതിനകത്ത് ദൈവം എന്ന് ഇത് പെട്ടി തുറക്കരുത്, അല്ലെങ്കിൽ ഈ നന്മ തിന്മയുടെ വൃക്ഷം തുടരുത് എന്നിവർക്ക് കൽപ്പന വെച്ചോ അന്ന് മുതൽ ഇവർക്ക് എക്സൈറ്റ്മെൻ്റ് ആണ് അതിലോട്ട് തുടങ്ങും. എക്സൈറ്റ്മെൻറ്റ് കൊണ്ടു കൊടുത്തത് പാമ്പല്ല, എക്സൈറ്റ്മെൻറ്റ് കൊണ്ടു കൊടുത്തത് ഉള്ളിനകത്തിരിക്കുന്ന പാമ്പിൻ്റെ സ്വഭാവമുള്ള മൃഗമായ നക്കാശായിരുന്നു. ഇന്നും മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്ന, അവരറിയാതെ അവരുടെ ഉള്ളിൽ സാഹചര്യം വരുമ്പോൾ ചാടി എഴുന്നേൽറ്റ് വരുന്ന ഒരു, ചിലർ പറയല്ലേ, ഞാൻ കാണുമ്പോഴല്ല, ഞാനൊരു സിംഹത്തിനകത്ത് സിംഹത്തിനകത്ത് ചങ്ങലക്കിട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവപുത്രൻ എന്ന് വിളിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീയിൽ നിന്ന് വന്ന അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ് എടുത്താൽ എന്തുകൊണ്ട് അവരിൽ നിന്ന് ഇത് വന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സ്ത്രീയിൽ നിന്ന് വരുന്ന ആള് ഈ സൺ അല്ലെങ്കിൽ പുത്രൻ വന്നാൽ ഇതിൻ്റെ തലയിൽ തകർക്കുന്ന പുത്രൻ വർണ്ണം. ഇത് യഹൂദന് കൃത്യമായിട്ടല്ല, സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് പുത്രനാണ്. അതുകൊണ്ടാണ് ദൈവം യേശു എന്ന മിശിഹ എന്ന് വെളിപ്പെടാതെ പൂർണ്ണമായിട്ട് പുത്രൻ എന്ന വാക്ക് അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് പരിചയപ്പെടുത്തിയതിൻ്റെ കാരണം ഉൽപ്പത്തി നടന്ന ഈ സംഭവത്തിൻ്റെ തുടർമാനമുള്ള ആളാണ് ഈ നിൽക്കുന്നതെന്ന് കാണിക്കാനാണ്. അതുകൊണ്ടാണ് ദൈവം പുത്രൻ എന്ന് വിളിച്ചത്. ഈ പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം അവർക്കറിയാം. 2 പുത്രന്മാർ ദൈവത്തിനുണ്ടെന്ന് ബൈബിളിൽ അവർക്ക് റിവീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ദൈവം വളർത്തിക്കൊണ്ടുവന്ന യഹൂദൻ. 2, ദൈവപുത്രൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇവരുടെ രക്ഷിതാവായ പുത്രൻ. രക്ഷിതാവ് എന്ന് പറയാതെ പുത്രൻ എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ടാണ്. പുത്രൻ എപ്പോഴും ദൈവം അവർക്ക് യഹൂദനോടാണ് സംസാരിക്കുന്നത്. ഈ യോർദാൻ്റെ കരയിൽ യഹൂദനോടാണ് സംസാരിച്ചത്. ഇത് പുത്രനാണ്. ഒരു പുത്രൻ ഉണ്ടാകണമെങ്കിൽ അവർ മനുഷ്യരെ ജനിക്കണം. നമ്മുടെ ഈ തീം അനുസരിച്ച് ബൈബിളിനകത്ത് കന്യകയുടെ അകത്ത് ദൈവം വസിക്കുകയും ആ കന്യകയുടെ അകത്ത് ദൈവം ഉരുവാകുകയും അതിൽ നിന്ന് പുറത്തു വന്ന ഒരു മനുഷ്യപുത്രനാണ്, അല്ലെങ്കിൽ ദൈവമാണ് യേശുക്രിസ്തു എന്ന് പറയാനുണ്ട്. ജഡശരീരത്തിൽ വന്ന ദൈവമാണ്. യഥാർത്ഥത്തിൽ ജഡശരീരത്തിൽ പറന്നു വീഴുകയല്ല ചെയ്തത്. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, അവൻ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായെന്ന് തിമോത്തിയോസിന് കൊടുക്കുന്നുണ്ട്. അവൻ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്, ജനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സബ്ജക്റ്റാണ്. ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷനായെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരാളെ നമുക്ക് കാണാൻ പറ്റിയില്ല, കാണാൻ പറ്റുന്ന നിലവാരത്തിലോട്ടായെന്നാണ്. ഇപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ഒരേ തന്മാത്രകൾ കിടക്കുന്നു, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ഒരുമിക്കുമ്പോൾ വെള്ളമായി മാറും. ഇത് രണ്ടും ഒരുമിക്കുമ്പോൾ വെള്ളമായി മാറും, കാണാൻ പറ്റുന്ന നിലവാരത്തിലായിത്തീരും. ആ വെള്ളത്തെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒന്നുകൂടെ ഒന്ന് ഫ്രീസാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കയ്യിൽ പിടിക്കാവുന്ന നിലയിലാവും. ഇതുപോലെ ദൈവത്തിൻ്റെ ഉള്ളിലുള്ള പുത്രനല്ല അവിടെ വന്നത്. നമ്മൾ ദൈവപുത്രൻ എന്ന് ചോദിക്കുമ്പോൾ ലോകത്തിൽ ആൾക്കാർ ചോദിക്കും, ദൈവത്തിന് എങ്ങനെയാടാ പുത്രനുണ്ടാകുന്നത്? എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ദൈവത്തിന് എങ്ങനെ പുത്രനുണ്ടാകും? ദൈവത്തിന് പുത്രനുണ്ടാകുന്നല്ല, ദൈവം പുത്രൻ എന്ന് പറയുന്ന ഒരു നാമധേയം അവർക്ക് കൊടുത്തതിൻ്റെ കാരണം, പുത്രൻ എന്ന് പറഞ്ഞ ഒരാൾ സ്ത്രീയിൽ നിന്ന് വരും, അവനാണ് ഇതിൻ്റെ ഉന്മൂലനാശം, ഈ ഉള്ളിലിരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നേച്ചറിൻ്റെ ഉന്മൂലനാശം വരുത്തുകയും അവൻ അതിനകത്ത് രാജാവായിരിക്കുകയും മനുഷ്യനെ ഇനി ഭരിക്കാൻ പോകുന്നത് അവൻ്റെ ഈ റോങ് കൺസെപ്റ്റ് അല്ല, ഈ ഒളിഞ്ഞിരുന്ന് നമ്പിയത് കൊല്ലുന്ന ഈ നേച്ചറല്ല, ഇനി ക്രിസ്തുവാണ് എന്നതാണ് ആ സത്യം. നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. ഈ ഒരു ലൈവ് ശ്രദ്ധിച്ച് അടുത്തൊരു ലൈവ് വന്ന് പാർട്ട് 3 എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഞാനിപ്പോൾ യൂട്യൂബിൽ കൂടെ എടുക്കുമ്പോൾ എനിക്ക്
ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഇതെങ്ങനെ പറഞ്ഞ് ഇപ്പോൾ മോശ ഒരു കഥ പറഞ്ഞതുപോലെ അത് പറഞ്ഞതുപോലെ എനിക്കും എൻ്റെ ഉള്ളിലുള്ള സാധനത്തെ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പല ചോദ്യങ്ങളും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, എനിക്ക് തന്നിരിക്കുന്ന ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളും അത് ദൈവത്തോട് തന്നെ ചോദിക്കണം. സകല ജ്ഞാനവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എഴുതിക്കുന്ന ബാറ്റിലെന്നും ക്യാറ്റിലെന്നും ഒക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലെ നേച്ചർ ഓഫ് ലിവിങ് ആണ്. ചിലർ, ഒരു കാര്യമോടെ ഞാൻ പറയട്ടെ, ചിലർ ഇതിനിടയിൽ കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ചിലർ പറയുന്നത് ദൈവം നമ്മളെ ജീവിക്കാൻ ഈ ഭൂമിയിലല്ല, സ്വച്ഛ സ്ഫടിക തങ്ക തുല്യമായ വേറൊരു സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. എങ്കിൽ ദൈവം എന്തിനാണ് ഈ ഭൂമി കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചത്? നമ്മളെ അവിടെ സൃഷ്ടിച്ചാൽ പോയായിരുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചതിനൊരു പർപ്പസ് ഉണ്ട്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ മീറ്റിംഗ് ഓരോ പാർട്ട് നിങ്ങൾ കണ്ടിരിക്കണം. ദൈവം എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്? ദൈവം നമ്മളെ എന്തിനാണ് നമ്മളെ ഈ ഭൂമിക്കകത്ത് ഉരുവാക്കിയത്? നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾക്ക് ബ്ലെസ്ഡായിട്ട് ജീവിക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരു മാവ് പൂത്ത് നിന്നിട്ട് അതിൽ നിന്ന് ഒത്തിരി മാങ്ങ തറയിലോട്ട് വീഴുന്നുണ്ട്. ഇതെല്ലാം പഴുത്തിൻ്റെ വിത്ത് സീഡ് കിളിർത്ത് വരുന്നുണ്ട്. ഈ എല്ലാ സീഡുകളും ഒരിക്കലും മരമായി മാറത്തില്ല. മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആയൊരു മരമായി, മറ്റുള്ളവർക്ക് ഫലം കൊടുക്കുന്നൊരു മരമായി ഒരിക്കലും വാഴത്തില്ല. ഇതിൽ പലതും മനുഷ്യൻ മുറിച്ച് കളയും, പലതും കാറ്റത്തും പ്രകൃതിക്ഷോഭത്തിലും പോവും, പലതും കിളിർക്കാതെ പകുതിയിൽ വെച്ച് ഉണങ്ങിപ്പോവും. അതിജീവനം ചെയ്യാതെ ചൂടും മഴയും ഒക്കെ ഏറ്റ് അതിജീവിച്ച് പോകാൻ പറ്റാതെ നശിക്കപ്പെടും. ഇന്ന് ഭൂമിയിലെ മനുഷ്യരെ നോക്കിയാൽ അങ്ങനെയാണ്. ക്രിസ്തു എന്ന ഏക സത്യം അകത്തിരിക്കുന്ന അറിയാതെ ഒരു കൂട്ടർ നശിക്കും. മതത്തിൻ്റെ പിറകെ പോയി മോക്ഷപ്രാപ്തിക്കായി പല മലകൾ കയറിയും അവരുടെ ജീവിതത്തിൻ്റെ ആ ക്രിസ്തു എന്ന ഏക സത്യം അകത്തിരുന്ന് അവരെ എന്തിലേക്കാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നറിയാതെ അവരവരുടെ ജീവിതം ഈ ഭൂമി വെച്ച് നഷ്ടപ്പെട്ട് സർവശക്തനിലേക്ക് തിരികെ ചേരും. ചില ആൾക്കാർ ഭൂമി വെച്ച് തോന്നിയതുപോലെയൊക്കെ ജീവിച്ചിട്ട് അവസാനം പറയും, ഞാൻ ഇനി ദൈവത്തിൻ്റെ മാർഗത്തിൽ പോകും. ഒരിക്കലും നിങ്ങളുടെ മതം നിങ്ങളെ പഠിപ്പിക്കുന്നത് തെറ്റായ ദിശയിലല്ല. ഒരിക്കലും തെറ്റായ ജീവിതശൈലി നയിച്ചിട്ട് നല്ല ഒരു ജീവിതശൈലിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ മതം ഒരിക്കലും നിങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ട്രീ ഓഫ് ലൈഫും ട്രീ ഓഫ് നോളജുമുണ്ട്. ഇത് രണ്ടിൽ ഏതെടുക്കാനും നിങ്ങൾക്ക് ദൈവ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തു എന്ന ട്രീ ഓഫ് ലൈഫിനെ എടുക്കുന്ന നിമിഷം, ആ നിമിഷം മുതൽ നിങ്ങൾ ജീവനിലേക്ക് കടന്നു തുടങ്ങും. ഒരു മലകളിലും കയറി പോകണ്ട, സ്വർഗത്തിൻ്റെ മോക്ഷം പോകാൻ അങ്ങ് പോകണ്ട, ഒരിടത്തും പോകണ്ട. നിങ്ങളുടെ ഉള്ളിൽ വാഴുന്ന ക്രിസ്തു ഈ ഭൂമി ജയത്തോടെ നിങ്ങൾ ജീവിക്കാൻ പഠിപ്പിക്കും. നിങ്ങൾ ദോഷിയായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണോ, ക്രിസ്തു അകത്ത് വന്നു എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ മൊത്തം നിങ്ങളെ വിട്ട് മാറിപ്പോകും. അതിന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്നോ പാസ്റ്ററിന് പൈസ കൊടുക്കണമെന്നോ ആരാധിക്കണമെന്നോ ദൈവം പറഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യാലിറ്റി ഇന്ന് വരെ ലോകശാസ്ത്രങ്ങൾ പഠിച്ചു തീർന്നിട്ടില്ല. മനുഷ്യൻ്റെ ഉള്ളിലുള്ള തിങ്കിങ്സ്, ശരീരം അവർ പഠിച്ചു തീർന്നിട്ടില്ല. വളരെ കാലഘട്ടം മുമ്പോട്ട് പോയി പലതും പഠിച്ചെന്നൊക്കെ പറയുമ്പോഴും ഒരു തുള്ളി രക്തം ക്രിയേറ്റ് ചെയ്യാൻ ഇന്നുവരെ ശാസ്ത്രത്തിന് പറ്റിയിട്ടില്ല. കാരണം പ്രപഞ്ചത്തിനകത്ത് പ്രപഞ്ച സൃഷ്ടാവ് ഒളിച്ചിരിപ്പുണ്ട്. ആ സൃഷ്ടാവ് ഒളിച്ചിരിക്കുന്നത് നിന്നിലാണ്. ആ സൃഷ്ടാവ് നിന്നിൽ ഒളിച്ചിരുന്ന് മറ്റുള്ളവർക്ക് താങ്ങായി തണലായി ഒരു മാവ് നിന്നിട്ട് മറ്റുള്ളവർക്ക് വിശപ്പ് മാറാൻ തൻ്റെ മാംസം തൻ്റെ ഫലം കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റുന്നത് പോലെ നിന്നെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് നന്മയായി. നമ്മൾ ഒറ്റയ്ക്ക് ഒരു മരുഭൂമി പോയി ജീവിക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ എപ്പോഴും കോട്ടിപ്പറ്റാണ്, കോറിലേറ്റഡാണ്. ഒരു കൂട്ടമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. എന്നതെല്ലാം പറഞ്ഞതിൻ്റെ കാരണം ദൈവം നിങ്ങളെയും ഈ ഭൂമിയിൽ പുത്രനാക്കി വെച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് യഹൂദന് പുത്രത്വം പറഞ്ഞു കൊടുത്തിട്ട് അവർ അത് സ്വീകരിച്ചില്ല. നിങ്ങളുടെ ഉള്ളിൽ പുത്രത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ആ പുത്രത്തെ നിങ്ങൾ എന്നറിയുന്നുവോ ആ നിമിഷം മുതൽ നിങ്ങൾ പുത്രനായി തീരും. ദൈവത്തിൻ്റെ സർവ്വസമ്പത്തിനും സർവ്വരാജ്യത്തിനും പ്രപഞ്ചത്തിനും അവകാശിയായ ഏകപുത്രൻ നീയായി മാറുകയാണ്. ഓരോ മനുഷ്യരും അറിവുള്ള ആരാണ് ക്രിസ്തു ഉള്ളിലുണ്ടെന്നറിയുന്നോ അവൻ ആ നിമിഷം മുതൽ ദൈവപുത്രൻ എന്നറിയുകയാണ്. ധൂർത്തുപുത്രൻ്റെ കഥ വായിച്ചാൽ ധൂർത്തുപുത്രൻ തൻ്റെ ധൂർത്തുപുത്രനായി ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പന്നിയുടെ കൂട്ടത്തിൽ വാളവരെ നിന്ന് വിശപ്പടക്കാൻ ആലോചിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ തോന്നിയത് അവൻ്റെ അപ്പൻ്റെ മേശയാണ്. അവൻ്റെ അപ്പൻ്റെ മേശയിൽ വേലക്കാർ പോലും നിന്ന് ശേഷിപ്പിക്കുന്ന മേശയാണ് അവൻ ആലോചന വന്നത്. ഞാൻ പറയട്ടെ, വേലക്കാർ നിന്ന മേശ നീ ആലോചിച്ച് തുടങ്ങി, അവൻ രക്ഷപ്പെട്ടു. നീ അപ്പൻ്റെ ആ വലിയ കമ്മ്യൂണൽ, ആ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മേശയെ നീ കണ്ടാൽ നീ എപ്പോഴും സർവൈവ് ചെയ്യാൻ തുടങ്ങും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒരു വലിയ മേശ എപ്പോഴും ഒരു പട്ടിണി കിടക്കുന്നവന് ആ തീൻമേശ അവന് തൃപ്തിയാണ്. എൻ്റെ അപ്പൻ്റെ വീട്ടിലെ തീൻമേശ കണ്ട് അവൻ അങ്ങോട്ട് ഓടിപ്പോയി. അപ്പൻ്റെ വീട്ടിലെ തീൻമേശ അറിയാത്തവർക്ക് എങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റും? ദൈവം നിങ്ങളെ വിളിച്ചത് ആ വലിയ എഫെസ്യ ലേഖനം പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും. അപ്പോൾ സ്വർഗത്തിലല്ലേ കിട്ടുന്നത്? നോ, സ്വർഗം, ഹെവൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിലാണ്. ഇവിടുത്തെ സകല ആത്മീക അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നത് പുത്രൻ എന്ന കൺസെപ്റ്റിൽ നിന്നാണ്. ഇവിടുത്തെ മതപുരോഹിതന്മാർ എപ്പോഴും ഒരു ജോലി ചെയ്തു പോകുന്നവരാണ്. ഒരിക്കലും അവർ ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നവരായിരിക്കാം. എന്തോ ആകട്ടെ, അത് അവർക്ക് ആത്മീയ ശുശ്രൂഷ എന്താണ് നേതൃത്വം നൽകുന്നത്, അത് അവർക്ക് ജോലിയാണ്. പക്ഷേ യേശുക്രിസ്തു ജോലി ചെയ്യാനല്ല വന്നത്. യേശുക്രിസ്തു നിന്നെ ദൈവത്തിൻ്റെ അവകാശിയാക്കാനാണ് വന്നത്. നിങ്ങളറിയാത്ത ഒരു ഡൈമെൻഷൻ ദൈവത്തിനുണ്ട് ഈ ഭൂമിയിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ദൈവപുത്രൻ എന്ന് വിളിച്ചത് യേശുക്രിസ്തു മറിയിൽ നിന്ന് പിറന്നതുകൊണ്ട് മനുഷ്യപുത്രൻ എന്നവർ വിളിച്ചു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിളിച്ചത് ദൈവം വിളിച്ചതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ദൈവപുത്രൻ എന്ന് വിളിച്ചതിൻ്റെ കാരണം ഉൽപ്പത്തി പറഞ്ഞ വേർഡ് മനുഷ്യ സ്ത്രീയിൽ നിന്നുണ്ടായി ഈ മൃഗസ്വഭാവമുള്ള മനുഷ്യൻ്റെ നേച്ചറിനെ എടുത്ത് കളയുന്ന, അല്ലെങ്കിൽ മതത്തിൻ്റെ ലോയിനെ എടുത്ത് കളഞ്ഞ് അവരെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്ന് ആ പുറത്ത് നയിച്ചുകൊണ്ടിരുന്ന നിയമം അകത്ത് അവരെ നയിക്കാൻ അവരുടെ ബോഡിക്കകത്ത് ഇഞ്ചക്റ്റ് ചെയ്തതുപോലെ അവരെ നടത്താൻ പ്രാപ്തിയുള്ള, പുത്രത്വത്തിലേക്ക് നടത്താൻ പ്രാപ്തിയുള്ള ക്രിസ്തുവാക്കി അവരെ മാറ്റണം എന്ന് ദൈവം ആഗ്രഹിച്ചിട്ടാണ്. അതിൻ്റെ തുടർമാനമുള്ള ദിവസങ്ങൾ നമുക്ക് ലൈവുകൾ കൃത്യമായിട്ട് ചെയ്യാം. ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുത്തതും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ച എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ, ബ്ലസ് ചെയ്യട്ടെ.